ഇന്ന് ഒരു 75% പുരുഷന്മാർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. നമുക്കിന്ന് ടൈമിംഗ് കൂട്ടാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്നലെ എൻ്റെ ക്ലിനിക്കിൽ എനിക്കൊരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻ്റ് പറയുന്നത്, ഡോക്ടറെ എനിക്ക് ടൈമിങ് കിട്ടുന്നില്ല, എനിക്ക് ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ്, ഭയങ്കര ടെൻഷൻ, അതേപോലെ തന്നെ ദേഷ്യം, പലപ്പോഴും ഒരു കാരണമില്ലാതെ ആ ദേഷ്യം വരുന്നത്. ബട്ട് എനിക്ക് എൻ്റെ ഭാര്യേനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, അവളോട് പറയാൻ പറ്റുന്നില്ല എന്താണ് എനിക്ക് പ്രശ്നം. അത് കാരണം ഞങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറയുന്നുണ്ട്, ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് കുറയുന്നുണ്ട്. ബട്ട് എനിക്ക് അവളോട് ഇഷ്ടമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ബട്ട് അവളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്കിതിനൊരു സൊല്യൂഷൻ വേണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കാം നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് നമുക്ക് ഇതിനൊരു ഷോർട്സ് അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് നമുക്ക് ഫുഡിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രെസ്സും ഇതുമെല്ലാം കൂടുന്ന സമയത്ത് നമുക്ക് കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോഴും നമുക്ക് അതും ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷനും എല്ലാത്തിനും ഒരു പ്രശ്നം വരുന്നുണ്ടാവും. കൂടുതൽ സ്ട്രെസ്സൊക്കെ കൂടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഡിക്ഷൻ, അതേകൂട്ട് മദ്യപാനം, അതേകൂട്ട് പുകവലി അങ്ങനെയുള്ള ഇതിലേക്കും നിങ്ങൾ പോകുന്നതായിട്ട് കാണും. അപ്പം നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ടൈമിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്മൂത്തി പറഞ്ഞുതരാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ബീറ്റ്റൂട്ട്. ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ട് ചെറുതായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വാൾനട്ടും അതേകൂട്ട് തന്നെ ഒരു 1-2 ടീസ്പൂണ് തണ്ണിമത്തൻ്റെ കുരു കിട്ടും, തണ്ണിമത്തൻ്റെ കുരു, 1/2 ടീസ്പൂൺ ജീരകം, അതേകൂട്ട് തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പിടി പുതിനയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സ്പിനാച്ച്, ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. അതേകൂട്ട് തന്നെ ഒരു പിഞ്ച് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ റോക്ക് സോൾട്ട്, ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ദിവസവും രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് വീതം കഴിക്കുന്നത് നിങ്ങൾക്ക് ടൈമിങ് കൂട്ടാനും അതേകൂട്ട് നിങ്ങളുടെ ഉദ്ധരണക്കുറവിനും ഉള്ള നല്ലൊരു മെഡിസിനാണ്. ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടാനും അതേകൂട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറക്ഷൻ കൂട്ടാനും ഈ ബ്ലഡ് ഫ്ലോ കാരണം നമുക്ക് സഹായിക്കുകയും ചെയ്യും ബീറ്റ്റൂട്ട് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട്. അതേകൂട്ട് തന്നെ വാൾനട്ട് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹാർട്ടിലെ പമ്പിങ് കൂട്ടാനും അതേകൂട്ട് തന്നെ ബ്ലഡ് വെസൽസിൽ നിന്ന് കൂടുതലായിട്ട് ഫങ്ഷൻസ് കൂട്ടാനും വാൾനട്ട്സ് കഴിക്കുന്നത് കൊണ്ടും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് കാരണം നമുക്ക് കൂടുതൽ നേരം ടൈമിങ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കണ്ടൻ്റാണ് വാൾനട്ട്. അതേകൂട്ട് തന്നെയാണ് തണ്ണിമത്തൻ്റെ കുരുവിൽ നമുക്ക് സിട്രുലിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന് അത് റിലാക്സ് ചെയ്യാനും ഡയലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് കൂടുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ നേരം ടൈമിംഗ് കൂട്ടാനും ഇറക്ഷന് കൂടുതൽ ടൈമിംഗ് കൊടുക്കാനും നമുക്ക് ഇത് വാട്ടർമെലൺ സീഡ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ ബോഡിയിൽ കൂടുതൽ നേരം ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള ഒരു കണ്ടൻറ്റ് കൂടിയാണ് വാട്ടർമെലൺ സീഡ്സ്. അതേപോലെ തന്നെയാണ് ചീര ഐറ്റംസിൽ ഞാൻ പറഞ്ഞത് സ്പിനാച്ച് അല്ലെങ്കിൽ പാലക്ക്, അതുമല്ലെങ്കിൽ പുതിന, അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്നതാണ് മുരിങ്ങ. ഇത് നമുക്ക് സ്മൂത്തിയിൽ ആഡ് ചെയ്യാം. ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് സെക്ഷുവൽ ഹെൽത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഘടകമാണ്. അതേകൂട്ട് കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഫുഡിൽ. ഓറഞ്ച്, അതേകൂട്ട് മൂസമ്പി, നാരങ്ങ, ഇതെല്ലാം കൂടുതൽ ആഡ് ചെയ്യുന്നത്, പപ്പായ, പൈനാപ്പിൾ, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം നമ്മുടെ ഫ്രൂട്ട്സിൽ. ഇപ്പം ഞാൻ പറഞ്ഞ സ്മൂത്തിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് ഇതാക്കുക. തണ്ണിമത്തൻ കുരു കഴിക്കുന്നത് ഇപ്പം നോർമലി പറയാറുണ്ട് നമ്മൾ വയാഗ്ര ലൈക്ക് എഫക്റ്റ് കൊടുക്കുന്നതാണ് തണ്ണിമത്തൻ്റെ കുരു കഴിക്കുന്നവർക്കെന്ന് പറയും. അതേപോലെ തന്നെ കൂടുതൽ omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് നല്ലതാണ്, ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മീൻസ് സാൽമൺ, അയല, മത്തി, ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ദിവസം ഒരു 2 മുട്ടയൊക്കെ കഴിക്കുന്നതും നമ്മുടെ ടൈമിങ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും.
അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് 70% കൊക്കോ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ നേരം ടൈമിങ് കിട്ടാനുള്ള ഒരു ഹെൽപ്പ് ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കും. അതേകൂട്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും കോൺഫിഡൻസ് ഇല്ലായ്മ, സ്ട്രെസ്സ്, ബെഡ്റൂമിൽ പോകുന്ന സമയത്ത് ടെൻഷൻസ് ഒക്കെ ഉള്ളവർ 1-2 പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും അതിൽ നൈട്രിക് ഓക്സൈഡ് കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നടക്കാനും സഹായിക്കും. അതേപോലെ തന്നെ കൂടുതൽ നട്ട്സ്, മീൻസ് കാഷ്യൂ, പിസ്താഷ്യോസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫുഡ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അതേകൂട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കീഗൾ എക്സസൈസ്. അത് ആർക്കും എളുപ്പമെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടാനുള്ളവർക്ക് ഈ കീഗൾ എക്സസൈസ് ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൽ കിടന്നിട്ട് ഒരു 20-25 മിനിറ്റ്സ് നേരം ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അതേകൂട്ട് തന്നെ നമുക്ക് കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വെളുത്തുള്ളി. ഇപ്പോൾ ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ വീഡിയോസിൽ തന്നെ അവർ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെക്ഷൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് വെളുത്തുള്ളി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സവാള ആയാലും ചെറിയുള്ളി ആയാലും നല്ലതാണ്. അപ്പോൾ കൂടുതലും നിങ്ങളുടെ ഫുഡിൽ വെളുത്തുള്ളി, ഉള്ളി ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേകൂട്ട് തന്നെ കുറച്ച് ഒഴിവാക്കേണ്ട ഫുഡ്സും കൂടിയുണ്ട്. കൂടുതൽ ഷുഗർ കണ്ടൻ്റുള്ള എന്നുവെച്ചാൽ ഷുഗറി ഫുഡ്സ്, മധുരം കൂടുതലുള്ള ഫുഡുകൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ഓയിലി ഫുഡ്സൊക്കെ കുറച്ചിട്ട് നിങ്ങൾ മാക്സിമം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഗാഡ്സ് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ടൈമിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.